ഹായ് ഫ്രണ്ട്സ്, ടാലന്റ് അക്കാഡമിയുടെ ഫോൾ ഇൻ ലവ് വിത്ത് മാത്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 100ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഷോർട്ട് ട്രിക്ക് ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50യുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാനുള്ള ഷോർട്ട് ട്രിക്ക് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ. കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റും ഷോർട്ട് ട്രിക്കും ഒക്കെ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടുന്നതിന് വേണ്ടി ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം വേണം ഈ ഒരു ക്ലാസ് കാണാൻ. ഓക്കെ, അപ്പൊ നമ്മൾ 50ന്റെ അടുത്ത് വരുന്ന എന്നാൽ 50നേക്കാൾ ചെറുതായിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ ആണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം 49ന്റെ സ്ക്വയർ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അതേ റൂള് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അവിടെ എന്താ ചെയ്തത്? 100ൽ നിന്ന് എത്ര കുറവ് എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുത്തു അല്ലെ. എന്നിട്ട് 100ൽ നിന്ന് എത്രയാണോ നമ്മളുടെ സംഖ്യയിലേക്ക് കുറഞ്ഞത് അത്രയും തന്നെ ആ സംഖ്യയിൽ നിന്ന് വീണ്ടും കുറച്ചെഴുതി. അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കണം, നമ്മളുടെ ഈ റൂളിന്റെ ബേസ് എന്ന് പറയുന്നത് 100 ആയിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ 50ലേക്ക് വന്നപ്പോ 100ന്റെ നേരെ പകുതിയായി പോയി അല്ലെ. 100ന്റെ പകുതിയല്ലേ 50 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂളിൽ ചെറിയ ഒരു ചേഞ്ച് നമ്മൾ വരുത്തുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ്. 50നേക്കാൾ എത്ര കുറവാണ്? 49. 1 കുറവാണ് 49. അപ്പൊ നമ്മൾ 1ന്റെ സ്ക്വയർ എഴുതുന്നു. 1ന്റെ സ്ക്വയർ എഴുതുമ്പോൾ നമ്മളുടെ റൂൾ എന്താണ്? നമുക്ക് 2 ഡിജിറ്റ് ആവണം. 2 ഡിജിറ്റ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 1 എന്നുള്ളതിനെ 01 എന്നാക്കി. 1 എന്നുള്ളതിനെ 01 എന്നാക്കി. ഇനിയുമാണ് നമ്മളുടെ റൂളിൽ വരുത്താൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ 100ന്റെ പഠിച്ച സമയത്ത് എന്താ ചെയ്തത്? 100ൽ നിന്ന് ആ സംഖ്യയിലേക്കുള്ള വ്യത്യാസം എത്രയാണോ അത് തന്നെ ഈ സംഖ്യയിൽ നിന്ന് പുറകിലോട്ട് കുറച്ചു. ഇവിടെ നമ്മളിപ്പോ 50ലേക്ക് വന്നപ്പോ 100ന്റെ നേരെ പകുതിയാണ് 50 എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറയ്ക്കാൻ പോകുന്നത് 50ൽ നിന്നല്ല, 50യുടെ പകുതിയിൽ നിന്നാണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പൊ 50യുടെ പകുതി എടുത്താൽ എത്രയാ വരുന്നത്? 25 ആണ് വരുന്നത് അല്ലെ. 50ന്റെ പകുതി 25 അല്ലേ. നമ്മളപ്പോ 50ൽ നിന്നല്ല ഇനി 1 കുറയ്ക്കാൻ പോകുന്നത്, 25ൽ നിന്നാണ് 1 കുറയ്ക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ 25ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ വരുന്നത്? 24. 24. അപ്പൊ 49ന്റെ സ്ക്വയർ എത്ര എന്ന് നമുക്ക് കിട്ടി? 2401 എന്ന് കിട്ടി അല്ലെ. 49ന്റെ സ്ക്വയർ 2401. ക്ലിയർ ആണല്ലോ. അപ്പൊ 100ന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? 99ന്റെ സ്ക്വയർ കാണാൻ നേരം 100ൽ നിന്ന് 1 കുറവ്. അപ്പൊ 1ന്റെ സ്ക്വയർ നമ്മൾ 1 എന്നുള്ളതിന് പകരം 01 എന്ന് എഴുതി. ഇനി 100നേക്കാൾ 1 കുറവാണ് 99. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 99ൽ നിന്ന് 1 കുറച്ച് 98 എന്ന് എഴുതി അല്ലെ. 9801 എന്ന് അവിടെ നമുക്ക് സ്ക്വയർ കിട്ടി. ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ്. 50നേക്കാൾ 1 കുറവാണ് 49. അതുകൊണ്ട് 1ന്റെ സ്ക്വയർ എടുത്തു. 1ന്റെ സ്ക്വയറിനെ നമ്മൾ 01 എന്ന് പഴയതുപോലെ തന്നെ എടുത്തു. ഇനി 50ൽ നിന്ന് 1 കുറവ് 49. അതുകൊണ്ട് 49ൽ നിന്ന് 1 കുറയ്ക്കുകയല്ല ചെയ്തത്, 50ന്റെ പകുതിയായിട്ടുള്ള 25 എടുത്തു. കാര്യം നമ്മളുടെ റൂളിന്റെ ബേസ് എന്ന് പറയുന്ന 100 ആയിരുന്നു. അപ്പൊ 100ന്റെ പകുതിയായിട്ടുള്ള 50 വന്നപ്പോൾ ആ റൂളിൽ നമ്മൾ അത് തന്നെ അപ്ലൈ ചെയ്യുന്നു. 50യുടെ പകുതിയായിട്ടുള്ള വാല്യൂയിലോട്ട് പോയി. 50യുടെ പകുതി എന്ന് പറയുമ്പോൾ 25, 25 ആണ്. 25ൽ നിന്ന് വേണം ഈ 1 കുറയ്ക്കാൻ. അപ്പൊ നമുക്ക് 24 എന്ന് കിട്ടി. സോ 2401 അല്ലെങ്കിൽ 2401, 2401 ആണ് നമ്മളുടെ ആൻസർ. 49ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 48ലേക്ക് വരാം. 48ലേക്ക് വരുമ്പോ എങ്ങനെയാ ചെയ്യുന്നത്? നമുക്കറിയാം 50നേക്കാൾ 2 കുറവാണ് 48. അപ്പൊ 2ന്റെ സ്ക്വയർ എടുക്കുന്നു. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. നമ്മളുടെ റൂൾ പ്രകാരം നമ്മൾ അതിനെ 04 എന്നാക്കുന്നു. കാര്യം നമുക്ക് 2 ഡിജിറ്റ് വേണം അല്ലെ. അപ്പൊ നമ്മൾ അതിനെ 04 എന്നാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 50നേക്കാൾ 2 കുറവാണ് 48. അതുകൊണ്ട് 48ൽ നിന്ന് 2 കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, 50ന്റെ പകുതിയായ 25ൽ നിന്ന് വേണം 2 കുറയ്ക്കാൻ. അപ്പൊ 25ൽ നിന്ന് നമ്മൾ 2 കുറച്ചാൽ എത്രയാ വരുന്നത്? 23. അപ്പൊ നമുക്ക് 2304 എന്ന് കിട്ടും. അപ്പൊ 48ന്റെ സ്ക്വയർ എത്രയാണ്? 2304. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. 48 എന്ന് പറയുമ്പോൾ 50നേക്കാൾ 2 കുറവാണ്. അപ്പൊ 2ന്റെ സ്ക്വയർ എടുത്ത് 4, അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 04 എന്നാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 50നേക്കാൾ 2 കുറവ് 48. 48ൽ നിന്ന് 2 കുറയ്ക്കരുത്. 50ന്റെ പകുതിയായി 25ൽ നിന്ന് 2 കുറയ്ക്കുക. 50ന്റെ പകുതിയായി 25ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര വന്നു? 23. അപ്പൊ 2304 അല്ലെങ്കിൽ 2304 ആണ് 48ന്റെ സ്ക്വയർ. ഓക്കെ, അടുത്ത നമുക്കിനി 47 നോക്കാം.
47ലേക്ക് വരുമ്പോൾ 47ന്റെ സ്ക്വയർ എങ്ങനെ കാണാൻ പറ്റും? 50നേക്കാൾ 3 കുറവാണ്. അപ്പൊ 3ന്റെ സ്ക്വയർ 9 ആണ്. 09 എന്നാക്കണം. 2 ഡിജിറ്റ് ആവാൻ വേണ്ടി 09 ആക്കി. ഇനി 50ൽ നിന്ന് 3 കുറവ് 47. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്? 50ന്റെ പകുതിയായ 25ൽ നിന്ന് 3 കുറയ്ക്കുക. അപ്പൊ 25ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ വരുന്നത്? 22 എന്ന് വരും അല്ലെ? 22. അപ്പൊ നമുക്ക് 2209 എന്ന് കിട്ടും. 2209. അപ്പൊ 47ന്റെ സ്ക്വയർ ആണ് 2209. ഓക്കെ. അപ്പൊ ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് നല്ല സ്പീഡിൽ ചെയ്തു പോകാമല്ലോ അല്ലെ? നിങ്ങൾ എന്റെ കൂടെ വരിക, എന്നെക്കാട്ടി മുമ്പിൽ പോവുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. 46ന്റെ സ്ക്വയർ. 46ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അറിയാം 50ൽ നിന്ന് 4 കുറവ്. സോ 4ന്റെ സ്ക്വയർ നമ്മൾ 16 എന്ന് എഴുതി. 2 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് ഇനി അവിടെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, 0 ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് 16 കിട്ടി. ഇനി 50നേക്കാട്ടി 4 കുറവാണ് 46. അപ്പൊ 50ന്റെ പകുതിയായ 25ൽ നിന്ന് നമ്മൾ 4 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 4 കുറച്ചു കഴിഞ്ഞാൽ 21. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2116 അല്ലെ? 2116. അപ്പൊ 46ന്റെ സ്ക്വയർ ആണ് 2116. ഇനി നമുക്ക് 45ലേക്ക് വരാം. 45ലേക്ക് വരുമ്പോൾ 50നേക്കാൾ 5 കുറവ്. സോ 5ന്റെ സ്ക്വയർ 25 എന്ന് എഴുതി. ഇനി 50നേക്കാൾ 5 കുറവാണ്. അപ്പൊ 50ന്റെ പകുതിയായി 25ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 5 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 5 കുറച്ചു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 20. അപ്പോ നമ്മളുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? 2025. അപ്പൊ നമ്മളുടെ 45ന്റെ സ്ക്വയർ എത്രയാണ്? 2025. 2025. 44ലോട്ട് വന്നാലോ? 44 വരുമ്പോൾ 50നേക്കാൾ 6 കുറവാണ്. അപ്പൊ 6ന്റെ സ്ക്വയർ ആയിട്ടുള്ള 36 നമ്മൾ എഴുതുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? 50നേക്കാൾ 6 കുറവായതുകൊണ്ട് തന്നെ 50ന്റെ പകുതിയായിട്ടുള്ള 25ൽ നിന്ന് 6 കുറയ്ക്കണം. അപ്പൊ 25ൽ നിന്ന് 6 കുറച്ചാൽ 19 വരും അല്ലെ? 19. അപ്പൊ ഫൈനൽ ആൻസർ എത്രയാ വരുന്നത്? 1936. അപ്പൊ 44ന്റെ സ്ക്വയർ ആണ് 1936. ഇനി നമുക്ക് 43ലേക്ക് വരാം. 43ലേക്ക് വരുമ്പോൾ 50നേക്കാൾ 7 കുറവ്. സോ 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 വരും 7ന്റെ സ്ക്വയർ. ഇനി നമ്മൾ 50ന്റെ പകുതിയായിട്ടുള്ള 25ൽ നിന്ന് 7 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 7 കുറച്ചു കഴിഞ്ഞാൽ 18 വരും അല്ലെ? 18. അപ്പൊ നമ്മളുടെ ആൻസർ 1849. അപ്പൊ 43ന്റെ സ്ക്വയർ ആണ് 1849. 42 നോക്കിയാലോ? 42ന്റെ സ്ക്വയർ എങ്ങനെ വരും? നമുക്കറിയാം 50നേക്കാൾ 8 കുറവാണ്. അപ്പൊ 8ന്റെ സ്ക്വയർ 64 എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 50നേക്കാൾ 8 കുറവായതുകൊണ്ട് തന്നെ 50ന്റെ പകുതിയായിട്ടുള്ള 25ൽ നിന്ന് 8 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 8 കുറച്ചാൽ 17 വരും അല്ലെ? 17. അപ്പൊ 1764 ആണ് 42ന്റെ സ്ക്വയർ. 1764. ഓക്കെ. 41ലേക്ക് വരാം. 41ലേക്ക് വരുമ്പോൾ നമുക്കറിയാം 50നേക്കാൾ 9 കുറവാണ്. അപ്പോ 9ന്റെ സ്ക്വയർ ആയിട്ടുള്ള 81 നമ്മൾ ആദ്യം എഴുതുന്നു. 81. ഇനി എന്ത് ചെയ്യണം? 50ന്റെ പകുതിയായ 25ൽ നിന്ന് ഈ 9 കുറയ്ക്കണം. 25ൽ നിന്ന് 9 കുറച്ചു കഴിഞ്ഞാൽ 16 വരും അല്ലെ? 16. അപ്പൊ 1681 ആണ് 41ന്റെ സ്ക്വയർ. 1681. ഓക്കെ. 40ലേക്ക് വന്നാലോ? അപ്പൊ നമുക്ക് നോക്കാം 40ന്റെ സ്ക്വയർ. 40ന്റെ സ്ക്വയർ കാണാൻ ഈ റൂളിന്റെ ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യണ്ടേ? 0യിൽ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ആ 0യെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിന്റെ സ്ക്വയർ കാണുന്നു. അപ്പൊ ഇവിടെ 0 മാറിക്കഴിഞ്ഞാൽ 4 ആണുള്ളത്. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ആണെങ്കിൽ സ്ക്വയർ വരുമ്പോൾ അതിന്റെ ഇരട്ടി. അപ്പൊ 2 0 വരും. അപ്പൊ എത്രയാ വരുന്നത്? 1600 അല്ലെ? അപ്പൊ 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1600 എന്ന് കിട്ടും. ഇനി നമ്മളിപ്പോ പഠിച്ച റൂൾ വെച്ച് ഒന്ന് ചെയ്തു നോക്കാം. റൂൾ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? 50നേക്കാട്ടിൽ 10 കുറവാണ് 40. അപ്പൊ 10ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര എന്ന് കിട്ടും? 100 എന്ന് കിട്ടും അല്ലെ? 10ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 100 എന്ന് കിട്ടും. നമ്മൾ അവിടുത്തെ ലാസ്റ്റ് 2 ഡിജിറ്റ് മാത്രം എടുക്കുന്നു. അപ്പോൾ 0 മാത്രം എടുത്തു. മൂന്നാമത് വന്ന 1നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഓക്കെ. അപ്പൊ നമ്മൾ 100ന്റെ അകത്തെ 2 പൂജ്യത്തെ എടുത്തു. 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. ഇനി നോക്കുക, 50നേക്കാൾ 10 കുറവാണ് 40. അതുകൊണ്ട് 50ന്റെ പകുതിയായി 25ൽ നിന്ന് 10 കുറയ്ക്കണം. 25ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ വരുന്നത്? 15 വരുന്നത്. 15ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്യാൻ മാറ്റിവെച്ച 1നെ കൂടെ എടുത്തു കഴിഞ്ഞാൽ 15 അധികം 1 16 അല്ലെ? 16. അപ്പൊ നമുക്ക് 1600 തന്നെ കിട്ടിയല്ലോ. അപ്പൊ 50ൽ നിന്ന് 10 കുറഞ്ഞാണ് 40. 10ന്റെ സ്ക്വയർ 100. 2 പൂജ്യം അവിടെ എടുത്തു. 1നെ ക്യാരി ഓവർ ചെയ്തു. ഇനി
50ന്റെ പകുതിയായ 25ൽ നിന്ന് നമ്മൾ 10 കുറയ്ക്കുന്നു. അപ്പൊ 15 എന്ന് കിട്ടി. 15ന്റെ കൂടെ ക്യാരി ഓവർ ചെയ്ത ഒന്നുകൂടെ കൂട്ടുമ്പോൾ 16. അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ 1600. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ, അടുത്ത നമുക്ക് 39ലേക്ക് വരാം. 39ലോട്ട് വരുമ്പോൾ നമ്മളുടെ ആൻസർ എങ്ങനെ വരും? നമുക്കറിയാം 50നേക്കാൾ 11 കുറവാണ് അല്ലെ. അപ്പൊ 11ന്റെ സ്ക്വയർ 121 എന്ന് നമുക്കറിയാം. 121ലെ അവസാനത്തെ 2 ഡിജിറ്റ്സ് എത്രയാ വരുന്നത്? 21. അപ്പൊ 21 നമ്മൾ എടുത്തു. ഇനി നമ്മൾ 121ലെ ഒരു 1 ഉണ്ട്, അതിനെ നമ്മൾ ക്യാരി ഓവർ ചെയ്തു. അപ്പൊ 121ലെ 21 നമ്മൾ എടുത്തു, 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമുക്കറിയാം 11 കുറഞ്ഞിരിക്കുന്നത്. 50ൽ നിന്ന് 11 കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ 50ന്റെ പകുതിയായിട്ടുള്ള 25ൽ നിന്ന് 11 കുറയ്ക്കുന്നു. അപ്പൊ 25ൽ നിന്ന് 11 പോയി കഴിഞ്ഞാൽ 14 വരുന്നത്. ആ 14ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത ഒന്നും കൂടെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 15 അല്ലെ, 15. അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്ര വരും? 1521. 1521 ഇപ്പൊ 39ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 38 നോക്കാം. 38ലേക്ക് വരുമ്പോ 50ൽ നിന്ന് 12 കുറഞ്ഞല്ലേ. 50ൽ നിന്ന് 12 കുറഞ്ഞത് കൊണ്ട് തന്നെ 12ന്റെ സ്ക്വയർ 144. 144ന്റെ അവസാനത്തെ 2 ഡിജിറ്റ്സ് നമ്മൾ എടുത്താൽ 44 എന്ന് വരും. 44. നമ്മൾ ഒരു 1 ഉണ്ട്, നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായ 25ൽ നിന്ന് നമ്മൾ ഈ 12 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 12 കുറച്ചാൽ എത്ര വരുന്നത്? 13. ആ 13ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത ഒന്നുകൂടെ കൂട്ടിയാൽ എത്ര വരും? 14. അപ്പൊ നമ്മളുടെ ആൻസർ എത്ര വരും? 1444. 1444. അപ്പൊ 38ന്റെ സ്ക്വയർ ആണ് 1444. ഓക്കെ, അപ്പൊ നമുക്കിനി 37ന്റെ സ്ക്വയർ നോക്കാം. 37ലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 50നേക്കാൾ 13 കുറവാണ്. അപ്പൊ 50നേക്കാൾ 13 കുറവായതുകൊണ്ട് തന്നെ 13ന്റെ സ്ക്വയർ 169 എന്ന് നമുക്കറിയാം. ആ 169ന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 69 നമ്മൾ എടുത്തു. ഇനി നമ്മൾ 1 ക്യാരി ഓവർ ചെയ്യുന്നു, 1നെ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമുക്കറിയാം 50ന്റെ പകുതിയായ 25ൽ നിന്ന് നമ്മൾ ഈ 13 കുറയ്ക്കണം. അപ്പൊ 25ൽ നിന്ന് 13 കുറച്ചു കഴിഞ്ഞാൽ 12 വരുന്നത്. ആ 12ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 13 എന്ന് കിട്ടും അല്ലെ, 13. അപ്പൊ 1369 37ന്റെ സ്ക്വയർ. 1369. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് 36 നോക്കാം. 36ന്റെ സ്ക്വയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 50നേക്കാൾ 14 കുറവാണ്. അപ്പൊ 14ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 196. 196ലെ 96 നമ്മൾ എടുത്തു, 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പൊ ഈ 96 നമ്മൾ അവിടെ എഴുതി, 1 ക്യാരി ഓവർ ചെയ്തു. ഇനി നമുക്കറിയാം 50നേക്കാൾ 14 കുറവായതുകൊണ്ട് തന്നെ 50ന്റെ പകുതിയായ 25ൽ നിന്ന് നമ്മൾ 14 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 14 കുറച്ചു കഴിഞ്ഞാൽ 11. 11ന്റെ കൂടെ നമ്മൾ ഈ ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 12 വരും അല്ലെ, 12. അപ്പൊ 36ന്റെ സ്ക്വയർ ആണ് 1296. 1296. ഇനി നമുക്ക് 35ലേക്ക് വരാം. 35ലേക്ക് വരുമ്പോ എങ്ങനെ വരും? 35 നമുക്കറിയാം 50നേക്കാൾ 15 കുറവ്. അപ്പൊ 15ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 225. അവിടുന്ന് നമ്മൾ 25 എഴുതി, 2നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു അല്ലെ. 225ൽ നിന്ന് 25 നമ്മൾ എടുത്തു, 2നെ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി 50നേക്കാൾ 15 അല്ലേ കുറവ്? 50നേക്കാൾ 15 ആണ് 35ന് കുറവ്. അതുകൊണ്ട് തന്നെ 50ന്റെ പകുതിയായി 25ൽ നിന്ന് നമ്മൾ 15 കുറയ്ക്കുന്നു. 25ൽ നിന്ന് 15 കുറച്ചു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 10 വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ ക്യാരി ഓവർ ചെയ്ത 2 കൂടെ കൂട്ടിയാൽ എത്ര വരും? 12 ആകും അല്ലെ, 12. അപ്പൊ നമ്മളുടെ 35ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1225. 1225. അപ്പൊ നമുക്കിനി കുറച്ച് ഹോംവർക്ക് ചോദ്യങ്ങളാണുള്ളത്. നിങ്ങൾ 34ന്റെ സ്ക്വയർ, 33ന്റെ സ്ക്വയർ, 32ന്റെ സ്ക്വയർ, അതുപോലെ തന്നെ 31ന്റെ സ്ക്വയർ, 30ന്റെ സ്ക്വയർ, 29ന്റെ സ്ക്വയർ, അങ്ങനെ 28, 27, 26, 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഇപ്പൊ 25ന്റെ സ്ക്വയർ വരെ എന്തായാലും നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്. കാര്യം അത്രയും നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ അത് പ്രയോജനപ്പെടും. നമ്മൾ അങ്ങനെ കാണാതെ പഠിച്ചു വെക്കുന്നതിന് അതിനുള്ള ഒരു പ്രതിവിധിയല്ല ഈ ഷോർട്ട് കട്ട് ഒന്നും തന്നെ. കാര്യം ഇതൊക്കെ നമ്മൾ സ്റ്റെപ്പ് ചെയ്താണ് കാണുന്നത്. പക്ഷെ 25ന്റെ സ്ക്വയർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 625 എന്ന് നമുക്ക് മനസ്സിൽ നിന്ന് പറയാൻ പറ്റണം. ആ ഒരു സ്പീഡ് മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 25 വരെയുള്ള സ്ക്വയർ നമുക്ക് എന്തായാലും പഠിച്ചു വെക്കണം. അതിനുവേണ്ടി വേറെ ട്രിക്കൊന്നും നമ്മൾ നോക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ എന്നും കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ചു വെക്കുക.
അതിന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അതിനെ ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. കുറെ ദിവസം കഴിയുമ്പോൾ അവർ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിൽ കയറിക്കോളൂ. ഓക്കെ, ഇപ്പൊ നമുക്കിനി 50നേക്കാൾ വലിയ എന്ന 50ന്റെ നെയ്ബേഴ്സ് ആയിട്ടുള്ള സംഖ്യകളുടെ സ്ക്വയർ കാണാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ 51ന്റെ സ്ക്വയർ ആണ് കാണാൻ പോകുന്നത്. 51ന്റെ സ്ക്വയർ കാണുന്ന നേരം നമ്മൾ നേരത്തെ 101 പഠിച്ച അതേ കാര്യം ഓർക്കുക. എന്താണ്? 100നേക്കാൾ 1 കൂടുതലാണ്, അതുകൊണ്ട് 1ന്റെ സ്ക്വയർ എടുത്തു. അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? 50നേക്കാൾ 1 കൂടുതലാണ്, അതുകൊണ്ട് 1ന്റെ സ്ക്വയർ എടുത്തു. 1ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 01 എന്നാക്കി. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ചെയ്ത അതേ കാര്യം 101 ചെയ്ത അതേ കാര്യം ചെയ്തു. ഇനി അവിടെ നമ്മൾ എന്താ ചെയ്ത? 101ന്റെ കണ്ടപ്പോൾ 100നേക്കാൾ 1 കൂടുതൽ 101, അതുകൊണ്ട് 101ന്റെ കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടി 102 എന്ന് എഴുതി. ഇവിടെ പക്ഷെ നമ്മൾ 50 എന്ന് പറയുമ്പോൾ 100ന്റെ പകുതിയാണ്, അതുകൊണ്ട് തന്നെ ആ റൂളിലും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. 50ന്റെ പകുതി എത്രയാണ്? 25. 25നോട് വേണം നമ്മൾ ഈ 1 കൂട്ടാൻ. അപ്പൊ നമുക്ക് 25ന്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ എത്ര വരുന്നത്? 26. അപ്പൊ നമ്മളുടെ 51ന്റെ സ്ക്വയർ എത്രയാണ്? 2601. 2601. അപ്പൊ ഓർക്കുക, ആദ്യം നമ്മൾ 51 എന്ന് പറയുമ്പോൾ 50നേക്കാൾ 1 കൂടുതൽ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 1ന്റെ സ്ക്വയർ എടുത്തു, അതിനെ 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 01 എന്നാക്കി. ഇനി 50ന്റെ പകുതിയായി 25നോട് വേണം നമ്മൾ ഈ 1 കൂട്ടാൻ. 25നോട് 1 കൂട്ടുമ്പോൾ 26. അപ്പൊ 2601 ആണ് നമ്മളുടെ 51ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് 52ലേക്ക് വരാം. അപ്പൊ 52ലേക്ക് വരുമ്പോൾ 50നേക്കാൾ 2 കൂടുതലാണ്. 50നേക്കാൾ 2 കൂടുതലായതുകൊണ്ട് തന്നെ 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4 ആണ്. അതിനെ നമ്മൾ എങ്ങനെ എഴുതും? 04 എന്ന് എഴുതും. 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി 04 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായ 25ന്റെ കൂടെ വേണം 2 കൂടെ കൂട്ടാൻ. 50ന്റെ പകുതിയായ 25, അതിന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 27. അപ്പൊ നമുക്ക് 2704 എന്ന് കിട്ടി. അപ്പൊ 52ന്റെ സ്ക്വയർ ആണ് 2704. ഓക്കെ, ഇനി നമുക്ക് 53ലേക്ക് വരാം. അപ്പൊ 53ന്റെ സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ 50നേക്കാൾ 3 കൂടുതലാണ്. 50നേക്കാൾ 3 കൂടുതലായതുകൊണ്ട് തന്നെ 3ന്റെ സ്ക്വയറിനെ നമ്മൾ 9 എന്നല്ല 09 എന്ന് എഴുതി, 09 എന്ന് എഴുതി അല്ലെ, 09 എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 50ന്റെ പകുതിയായ 25ന്റെ കൂടെ 3 കൂടെ കൂട്ടുന്നു. അപ്പൊ 25ന്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ എത്ര വരുന്നത്? 28. അപ്പൊ നമുക്ക് 2809 എന്ന് കിട്ടി. അപ്പൊ 53ന്റെ സ്ക്വയർ ആണ് 2809. ഇനി നമുക്ക് 54നെ നോക്കാം. 54ലേക്ക് വരുമ്പോ നിങ്ങൾ ചെയ്ത് എന്നെക്കാട്ടി സ്പീഡിൽ ഇനി ചെയ്തു പോകണം. 54ന്റെ സ്ക്വയർ എങ്ങനെയാ വരുന്നത്? 50നേക്കാൾ 4 കൂടുതലാണ്, അതുകൊണ്ട് തന്നെ 4 കൂടിയത് കൊണ്ട് തന്നെ 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള 16 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇനി അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. കാര്യം എന്താ? 2 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് 16 അതുപോലെ എഴുതി. ഇനി നമുക്കറിയാം 50ന്റെ പകുതിയായ 25 എടുത്തിട്ട് അതിന്റെ കൂടെ 4 കൂട്ടണം. അപ്പോ 25ന്റെ കൂടെ 4 കൂടെ കൂട്ടിയ 29. അപ്പൊ 2916 ആണ് 54ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. 2916. ഇനി നമുക്ക് 55ലേക്ക് വരാം. 55ലേക്ക് വരുമ്പോൾ നമുക്കറിയാം 55ന്റെ സ്ക്വയർ എങ്ങനെ കാണും? 50നേക്കാൾ 5 കൂടുതൽ, അപ്പൊ 5ന്റെ സ്ക്വയർ 25 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? 50ന്റെ പകുതിയായ 25 എടുത്തു, അതിന്റെ കൂടെ 5 കൂടെ കൂട്ടുന്നു. 25ന്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരുന്നത്? 30. അപ്പം 3025 ആണ് 55ന്റെ സ്ക്വയർ. 55ന്റെ സ്ക്വയർ ആണ് 3025. ഇനി നമുക്ക് 56ലേക്ക് വരാം. 56ലോട്ട് വരുമ്പോൾ എങ്ങനെയാ വരുന്നത്? 50നേക്കാൾ 6 കൂടുതൽ, അതുകൊണ്ട് തന്നെ 6ന്റെ സ്ക്വയർ എടുത്തു. 6ന്റെ സ്ക്വയർ 36. 6ന്റെ സ്ക്വയർ 36 ആണ്. ഇനി എന്ത് ചെയ്യുന്നു? 50ന്റെ പകുതിയായ 25ന്റെ കൂടെ ഈ 6 കൂടെ കൂട്ടുന്നു. 50നേക്കാൾ 6 കൂടുതലാണ്, അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യുന്നു? 50ന്റെ പകുതിയായ 25ന്റെ കൂടെ കൂട്ടുന്നു. ഇപ്പൊ 25ന്റെ കൂടെ 6 കൂടെ കൂട്ടിയാൽ എത്രയാ വരുന്നത്? 31. അപ്പൊ 3136 ആണ് 56ന്റെ സ്ക്വയർ. 3136 ആണ് 56ന്റെ സ്ക്വയർ. ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ ചെയ്തു പോകണം. എന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഏറ്റവും സ്പീഡിൽ പോകുന്ന കാണുന്നതാണ് എനിക്ക് സന്തോഷം. അപ്പൊ നമുക്കിനി 57ന്റെ സ്ക്വയറിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വരുന്നത്? 7 അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കൂടുതലാണ്, അതുകൊണ്ട് 7ന്റെ സ്ക്വയർ 49 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായിട്ടുള്ള 25ന്റെ കൂടെ നമ്മൾ ഈ 7 കൂടെ കൂട്ടുന്നു. 25ന്റെ കൂടെ 7 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 32. അപ്പൊ 3249 എന്ന് കിട്ടും അല്ലെ. 3249. 58ലേക്ക് വരാം. 58ലേക്ക് വരുമ്പോ എങ്ങനെയാ വരുന്നത്?
നമുക്കറിയാം 50-നേക്കാൾ 8 കൂടുതൽ. അപ്പൊ 8ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 64 നമ്മൾ എഴുതി. 8ന്റെ സ്ക്വയർ 64. ഇനി എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായിട്ടുള്ള 25 പോയി അവിടെ നമ്മൾ 8 കൂടെ കൂട്ടുന്നു. 25 8 33. 33. അപ്പൊ നമ്മളുടെ ആൻസർ 3364. 3364. അടുത്തതിലേക്ക് വരാം. 59 വരാം. 59ന്റെ സ്ക്വയർ എത്രയാ വരുന്നത്? 9 കൂടിയിരിക്കുന്നത്. അപ്പോൾ 50-നേക്കാൾ 9 കൂടുതലായതുകൊണ്ട് തന്നെ 9ന്റെ സ്ക്വയർ എടുക്കുന്നു. 9ന്റെ സ്ക്വയർ എത്ര വരുന്നത്? 81. 81 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായിട്ടുള്ള 25 പോയി 25ന്റെ കൂടെ നമ്മൾ ഈ 9 കൂടെ കൂട്ടുന്നു. 25 9 34 അല്ലേ? 34. ഇപ്പൊ 3481 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 3481 ആണ് 59ന്റെ സ്ക്വയർ. ഇപ്പൊ ഇനി നമുക്ക് 60നെ നോക്കാം. 60ന്റെ സ്ക്വയർ കാണാൻ നമുക്ക് വേറെ റൂൾ ഒന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നു? 0 മാറ്റിയിടുന്നു. 6ന്റെ സ്ക്വയർ എടുക്കുന്നു. 6ന്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണ്. പിന്നെ ഇവിടെ ഒരു 0 ആണുള്ളത്. അപ്പൊ സ്ക്വയർ എടുക്കുമ്പോൾ അതിന്റെ ഇരട്ടി വരണം. അപ്പൊ 2 0 ആയി. അപ്പൊ 3600 എന്ന് കിട്ടും അല്ലെ? 60ന്റെ സ്ക്വയർ 3600 എന്ന് കിട്ടും. എന്നാലും നമുക്ക് റൂൾ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. റൂൾ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ? 50-നേക്കാൾ 10 കൂടുതൽ. 10 കൂടുതലായതുകൊണ്ട് 10ന്റെ സ്ക്വയർ എടുക്കുന്നു. 10ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100 ആണ്. നമ്മൾ അവിടെ 2 ഡിജിറ്റ് മതി. അതുകൊണ്ട് 2 0 എടുത്തു. മിച്ചമുള്ള 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു അല്ലെ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50ന്റെ പകുതിയായി 25 പോയി 25ന്റെ കൂടി 10 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 35 ആയി അല്ലെ? കാര്യം 50-നേക്കാൾ 10 കൂടുതലാണ്. അതുകൊണ്ട് 50ന്റെ പകുതിയായി 25നോട് നമ്മൾ 10 കൂട്ടി. അപ്പൊ എത്ര വന്നു? 35 വന്നു. ആ 35ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുകൂടെ കൂട്ടി എത്ര ആവും? 36 ആവും. 36. അപ്പൊ നമുക്ക് അവിടെ എന്ത് തന്നെ കിട്ടി? 3600 തന്നെ കിട്ടി. ഓക്കെ. അപ്പൊ നമുക്കിനി 61ലേക്ക് വരാം. 61ലേക്ക് വരുമ്പോൾ നമുക്കറിയാം 50-നേക്കാൾ 11 കൂടുതൽ. 11ന്റെ സ്ക്വയർ നമുക്കറിയാം 121 ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്തെടുത്തു? 21 എടുത്തു. 121ല് 21 എടുത്തു. നമുക്ക് 1നെ ക്യാരി ഓവർ ചെയ്യണം. 121ലെ 21 എടുത്തു. 1നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 50ന്റെ പകുതിയായ 25ന്റെ കൂടെ 11 കൂട്ടുന്നു. 25ന്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര വരുന്നത്? 36. ആ 36ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 37 അല്ലെ? 37. അപ്പൊ നമുക്ക് 3721 എന്ന് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് 61ന്റെ സ്ക്വയർ എത്രയാണ്? 3721. ഇനി നമുക്ക് 62ലേക്ക് വരാം. 62 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 50-നേക്കാൾ 12 കൂടുതൽ. അപ്പൊ 12ന്റെ സ്ക്വയർ 144. അവിടെ നമ്മൾ 44 മാത്രമേ എടുക്കൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യും? 1നെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഇനി നമ്മൾ അടുത്ത സ്ഥലത്ത് എന്നാണ് അതിനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം 50-നേക്കാൾ 12 62 കൂടുതൽ. അപ്പൊ നമ്മൾ 50ന്റെ പകുതിയിലേക്ക് പോയി 25. അവിടുന്ന് 12 കൂട്ടുന്നു. അപ്പൊ 37. ആ 37ന്റെ കൂടെ ഈ ക്യാരി ഓവർ ചെയ്ത് ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 38 അല്ലെ? 38. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 3844 എന്ന് കിട്ടും അല്ലെ? 3844. അപ്പൊ നമുക്കിനി 63ലേക്ക് വരാം. 63ന്റെ സ്ക്വയർ 63 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50-നേക്കാൾ 13 കൂടുതലാണ്. അപ്പൊ 13ന്റെ സ്ക്വയർ 169. അവിടുത്തെ 69നെ നമ്മൾ എടുക്കുന്നു. 1നെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം 50ന്റെ പകുതിയായിട്ടുള്ള 25 പോയിട്ട് അവിടുന്ന് നമ്മൾ ഈ 13 കൂട്ടണം. അപ്പൊ 25ഉം 13ഉം എത്രയാ വരുന്നത്? 38. അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 39 അല്ലെ? 39. അപ്പൊ നമുക്ക് മനസ്സിലായി 3969 ആണ് 63ന്റെ സ്ക്വയർ. 3969. ഓക്കെ. നമുക്കിനി 64ലേക്ക് വരാം. 64ലേക്ക് വരുമ്പോൾ 50-നേക്കാൾ 14 കൂടി. അപ്പൊ 14ന്റെ സ്ക്വയർ എത്രയാണ്? 196 അല്ലെ? 196ലെ 96 നമ്മൾ എഴുതി. 1 നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി നമുക്കറിയാം 50ന്റെ പകുതി 25. 25ന്റെ കൂടി 14 കൂടെ കൂട്ടിയാൽ 39 വരും. ആ 39ന്റെ കൂടി ഈ ക്യാരി ഫോർവേഡ് ചെയ്ത് ഒന്നുകൂടെ കൂട്ടിയാൽ 40 ആകും അല്ലെ? 40. അപ്പൊ നമ്മളുടെ 64ന്റെ സ്ക്വയർ എത്ര ആണ്? 4096. 4096 ആണ് 64ന്റെ സ്ക്വയർ. ഓക്കെ. അപ്പൊ നമുക്കിനി 65ലേക്ക് വരാം. 65 വരുമ്പോൾ 50-നേക്കാൾ 15 കൂടുതലാണ്. 15ന്റെ സ്ക്വയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 225 ആണ്. അവിടുത്തെ 25 മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. 2നെ നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നു. അപ്പോൾ
50-നേക്കാൾ 15 കൂടുതലാണ് 65. അതുകൊണ്ട് തന്നെ 15ന്റെ സ്ക്വയർ 225. അവിടുത്തെ 25 നമ്മൾ എടുത്തു, 2നെ നമ്മൾ അടുത്ത പ്ലേസിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം 50ന്റെ പകുതിയായിട്ടുള്ള 25, ആ 25ന്റെ കൂടെ വേണം നമ്മൾ ഈ 15 കൂട്ടാൻ. അപ്പൊ നമുക്ക് 40 എന്ന് കിട്ടും. ആ 40ന്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടുന്ന് ക്യാരി ഓവർ ചെയ്യുന്ന 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 42 അല്ലേ? 42. അപ്പൊ നമ്മളുടെ 65ന്റെ സ്ക്വയർ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4225 ആണ് 65ന്റെ സ്ക്വയർ. 4225. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നിന്നുള്ള ഹോംവർക്ക് ആണ് ഇനിയുള്ളത്. 66, 67, 68 ഇതിന്റെ എല്ലാ സ്ക്വയർ. അങ്ങനെ നമ്മൾ പോയി 69ന്റെ സ്ക്വയർ, 70ന്റെ സ്ക്വയർ, 71ന്റെ സ്ക്വയർ തുടങ്ങി 72, 73, 74, 75 വരെയുള്ള സ്ക്വയർ. അപ്പൊ 100ൽ നിന്ന് പുറയിലോട്ട് വന്നപ്പോഴും നമ്മൾ 75ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചായിരുന്നു. അത് അവിടുത്തെ മെത്തേഡ് ഉപയോഗിച്ച്. ഇപ്പൊ ഇനി നമ്മൾ 50ൽ നിന്ന് മുന്നോട്ട് പോയി 75ന്റെ സ്ക്വയർ കാണുമ്പോൾ ഇപ്പൊ കണ്ട മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ 75ന്റെ സ്ക്വയർ കണ്ടു നോക്കേണ്ടത്. എന്നിട്ട് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ അടുത്ത ക്ലാസ്സിലും സ്ക്വയർ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചില സ്പെഷ്യൽ ടൈപ്പ് സ്ക്വയേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ വേറെ ഒരു മെത്തേഡിൽ കൂടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അവസാനം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഏറ്റവും എളുപ്പമുള്ളത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് നാഷണൽ ലെവലിലുള്ള പരീക്ഷകൾക്ക്, SSCയുടെയും ബാങ്കിന്റെയും അതുപോലെ റെയിൽവേയുടെയും ഒക്കെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക്, അതുപോലെ തന്നെ UPSCയുടെ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, CDS പോലെയുള്ള പരീക്ഷകൾ, ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും ഒക്കെ ഈ ചാനൽ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്കൊക്കെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ മുന്നോട്ട് ഈ ഷോർട്ട് ട്രിക്കുകളൊക്കെ ആദ്യത്തെ ഈ കാൽക്കുലേഷൻ ടെക്നിക്സ് പഠിച്ചതിന് ശേഷം മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ ഈ സ്ക്വയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ നമുക്ക് സ്ക്വയർ റൂട്ട്, ക്യൂബ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ച് മൾട്ടിപ്ലിക്കേഷന്റെ കുറെ ടെക്നിക്കുകളും പഠിച്ചതിന് ശേഷം വേണം നമുക്ക് മെയിൻ ടോപ്പിക്കുകളിലേക്ക് വരാൻ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.